ഹായ് മക്കളെ. സോ നിങ്ങളുടെ റീനീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ഗംഭീരമായിരിക്കട്ടെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന +1 ആദ്യത്തെ ചാപ്റ്റർ ആണ് അല്ലേ, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഈ ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ നോമൻക്ലേച്ചറാണ് പഠിക്കുന്നത്, പിന്നീട് നിങ്ങൾ ഐസോമറിസം പഠിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ ഐസോമറിസത്തിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്, ദെൻ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റും, അതുപോലെ ലാസ്റ്റിലാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ പഠിക്കുന്നത്. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് IUPSC നോമൻക്ലേച്ചറിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. നോക്കിയേ, നമുക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേര് എഴുതേണ്ട ഓർഡർ എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ അവിടെ എഴുതേണ്ടത് പ്രിഫിക്സ് ആണ്. മക്കളെ അറിയാം നിങ്ങൾക്ക്, അത് പ്രിഫിക്സ് ആണ്. ഞാൻ എന്താണ് പ്രിഫിക്സ്, പ്രിഫിക്സ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ദെൻ നമ്മൾ അവിടെ എഴുതേണ്ടത് വേർഡ് റൂട്ട് ആണ്. റെഡി, നമ്മൾ അവിടെ എഴുതേണ്ടത് വേർഡ് റൂട്ട് ആണ്. അറ്റ് ലാസ്റ്റിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, സഫിക്സ് എഴുതേണ്ടത് അല്ലെ. അതിൽ തന്നെ നമുക്കറിയാം പ്രിഫിക്സ് രണ്ട് രൂപത്തിലുണ്ട്, പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് സെക്കൻഡറി പ്രിഫിക്സിനെയാണ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് സെക്കൻഡറി പ്രിഫിക്സ് ആണ്. ദെൻ പ്രൈമറി പ്രിഫിക്സ് എഴുതണം. റെഡി, ദെൻ നമ്മൾ വേർഡ് റൂട്ട് എഴുതണം. ദെൻ സഫിക്സിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്. ആദ്യം നമ്മൾ എഴുതേണ്ടത് പ്രൈമറി സഫിക്സ് ആണ്, ദെൻ സെക്കൻഡറി സഫിക്സും കൂടെ നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രൈമറി പ്രിഫിക്സ് അതുപോലെ തന്നെ സെക്കൻഡറി സഫിക്സ് ഇതൊക്കെ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ് ഇതൊക്കെ എന്നുള്ളത് ഞാൻ പറയാം. നോക്കിയേ മക്കളെ, അതായത് സെക്കൻഡറി പ്രിഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്വൻസിനെയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് പേരെ സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാറുണ്ട്. ഒരു കോമ്പൗണ്ട് എന്നാൽ അതിൽ ഒരാൾ മാത്രമേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടാവുള്ളൂ. റെഡി, ബാക്കിയുള്ളവരൊക്കെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്താക്കി മാറ്റാറുണ്ട്, പ്രിഫിക്സ് ആക്കി മാറ്റാറുണ്ട്, സോറി സബ്സ്റ്റിറ്റ്വൻസ് ആക്കി മാറ്റാറുണ്ട്. ശരി, ഇനി നമ്മൾ പ്രൈമറി പ്രിഫിക്സിലോട്ട് വരികയാണെങ്കിൽ കോമ്പൗണ്ട് സൈക്ലിക് ആണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം, സൈക്ലോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. റെഡി, ഞാൻ പറഞ്ഞു സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്വൻസ് ആണ്, പ്രൈമറി പ്രിഫിക്സ് എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് വിൽ ബി സൈക്ലിക് ഓർ നോട്ട്. ശരി, ഇനി വേർഡ് റൂട്ട് ആണെങ്കിൽ നമുക്കറിയാം കാർബൺ എണ്ണമാണ്, പാരന്റ് ചെയിനിലെ കാർബൺ എണ്ണം. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത്, അറിയാം നിങ്ങൾക്കറിയാം, മൂന്ന് അല്ലെ, പ്രൊപ്പ് പെന്റ്, സോറി പ്രപ്പ് ബ്യൂട്ട് പെന്റ് അങ്ങനെ പോകും, ഹെക്സ് ഹെപ്റ്റോക്റ്റിൻ ആണ് ഡെക്ക്. ശരി, എനിവേ ആ വേർഡ് റൂട്ടിലെ പാരന്റ് ചെയിൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അത് കണ്ടെത്താനുള്ള മാനദണ്ഡം എന്താണ്, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ നമ്പർ ഇട്ട് തുടങ്ങേണ്ടത്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഗ്രേറ്റർ ദെൻ മൾട്ടിപ്പിൾ ബോണ്ട്, ദെൻ അറ്റ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്വന്റ്. റെഡി, ഫസ്റ്റ് പ്രയോറിറ്റി ഫംഗ്ഷൻ ഗ്രൂപ്പിനാന്നുള്ളത് മക്കള് മറന്നു പോകരുത്. ശരി, നമുക്ക് അടുത്തിലോട്ട് പോകാം. പ്രൈമറി സഫിക്സ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇതാണ് പ്രൈമറി സഫിക്സിൽ പറയുന്നത്. നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ ഇടയും, എ ഇടയും അല്ലെ, ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇ ഇടയും, അതുപോലെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇടയും, വൈ ഇടയും. റെഡി, ഇതാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്കൻഡറി സഫിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി സഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഓരോ പേരുകൾ ആഡ് ചെയ്യാറുണ്ട് ലാസ്റ്റ് അല്ലേ. OH വന്നാൽ നമ്മൾ എന്താ ആഡ് ചെയ്യുക, ഓൾ എന്ന് ആഡ് ചെയ്യും. ദെൻ ആൽഡിഹൈഡ് ആണ് വരുന്നതെങ്കിലോ CHO വരികയാണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യാറുള്ളത്, ആൾ AL എന്ന് ആഡ് ചെയ്യാറുള്ളത്. അവിടെ ആസിഡ് ആണ് വരുന്നത് എങ്കിലോ ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. റെഡി, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു കോമ്പൗണ്ട് വന്നാൽ അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം, സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടോ നോക്കണം, സൈക്ലിക് ആണോ നോക്കണം, അതിലെ പാരന്റ് ചെയിൻ കണ്ടെത്തണം. പാരന്റ് ചെയിൻ കണ്ടെത്താനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ആർക്ക് കൺസിഡറേഷൻ കൊടുക്കണം, പരിഗണന കൊടുക്കണം, ഫംഗ്ഷണൽ ഗ്രൂപ്പിന് കൊടുക്കണം, ദെൻ മൾട്ടിപ്പിൾ ബോണ്ട്, ദെൻ സബ്സ്റ്റിറ്റ്യൂന്റ്. അതുപോലെ പ്രൈമറി സഫിക്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നുള്ളതിന്റെ ഡിനോട്ടേഷൻ ആണ്. സോ സെക്കൻഡറി സഫിക്സ് ആണെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഡിനോട്ടേഷൻ ആണ്. ശരി, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാര്യങ്ങളൊന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതായത് എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. റെഡി, ശ്രദ്ധിക്കണേ, ഇതാണ് എന്റെ കയ്യിലുള്ള കോമ്പൗണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റിനെ നമ്മൾ കാണുന്നില്ല, ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരും ഇവിടെ ഇല്ല അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ട് വരാം? വേർഡ് റൂട്ടിലോട്ട്. വേർഡ് റൂട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഇത് സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പറ, സൈക്ലോ എന്ന് ആഡ് ചെയ്യണം അല്ലെ? 5 കാർബൺ ആണുള്ളത്. റെഡി? അങ്ങനെ 5 കാർബൺ ആണെങ്കിൽ അതായത് വേർഡ് റൂട്ട് എന്ന് പറയുന്നത് അവിടെ എന്താണ്? പെന്റ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. പ്രൈമറി സഫിക്സ് അതെന്തായിരിക്കണം? എയിൻ എന്നായിരിക്കണം. സൈക്ലോ പെന്റെയിൻ. ഒരിക്കലും നമുക്ക് ഫസ്റ്റ് പെന്റെയിൻ പിന്നെ സൈക്ലോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. റെഡി? ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പറയാൻ എന്നർത്ഥം. ഓക്കെ, ഇനി ഞാൻ ഈ കോമ്പൗണ്ട് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യേ. നിങ്ങൾ നോക്ക്, ഞാൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എയിൻ ഒഴിവാക്കിയിട്ട് എന്ത് ആഡ് ചെയ്യും? നിങ്ങൾ ഈൻ എന്ന് ആഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ ഒരു പൊസിഷനിൽ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? ക്ലോറിനും ഈ ഒരു പൊസിഷനിൽ ഞാൻ OH ഗ്രൂപ്പും അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഈ OH എന്ന് പറയുന്നത് മക്കളെ എന്താണ്? അത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ദെൻ ഈ Cl എന്ന് പറയുന്നത് എന്താണ്? അത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ ആർക്ക് കിട്ടണം? ഫങ്ഷണൽ ഗ്രൂപ്പിന് കിട്ടണം. അതല്ലേ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ ലീസ്റ്റ് നമ്പർ കിട്ടണം 1. ദെൻ അടുത്തത് സബ്സ്റ്റിറ്റ്യൂവന്റിനാണോ? അല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരിക ആർക്കാ? മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് ഇതിലുണ്ടല്ലോ. മൾട്ടിപ്പിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ എണ്ണണം. 1 2 3 4 5 അങ്ങനെ വരണം. ഇനി പേരെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേരാണ്. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇവിടുത്തെ ക്ലോറോ അല്ലെ ഹാലജൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പേരൊന്നും കൂടെ നമുക്ക് മാറ്റി എഴുതാം. അതെങ്ങനെയായിരിക്കും? പറ, 4 ക്ലോറോ. റെഡി? ഇതാണ് ഇവിടുത്തെ സെക്കൻഡറി പ്രിഫിക്സ്. റെഡി? ദെൻ പ്രൈമറി പ്രിഫിക്സിലോട്ട് വരുമ്പോൾ ഇത് സൈക്ലിക് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് സൈക്ലോ. ദെൻ വേർഡ് റൂട്ട് പെന്റ് അല്ലേ? പെന്റ്. എത്രാമത്തേലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? നിങ്ങൾ നോക്ക്, പ്രൈമറി സഫിക്സ് പെന്റ് 2 ഈൻ കഴിഞ്ഞ ഇല്ല 2 ഈൻ ഒന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓൾ എന്നാണ്. റെഡി? ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. 4 ക്ലോറോ സൈക്ലോ പെന്റ് 2 ഈൻ 1 ഓൾ. റെഡി? നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് എന്ത് ഒഴിവാക്കാൻ വേണമെങ്കിൽ ഈ ഒഴിവാക്കാം. 1 ആയതുകൊണ്ട് 1നെ മാറ്റി നിർത്താം. സോ അങ്ങനെയാണെങ്കിൽ 4 ക്ലോറോ സൈക്ലോ പെന്റ് 2 ഈനോൾ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന 4 ക്ലോറോ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി അതായത് സെക്കൻഡറി പ്രിഫിക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് അല്ലെ? സൈക്ലോ എന്ന് പറയുന്നത് പ്രൈമറി പ്രിഫിക്സ് ആണ്. ദെൻ പെന്റ് എന്ന് പറയുന്നത് വേർഡ് റൂട്ട് ആണ്. ദെൻ ഈൻ എന്ന് പറയുന്നത് പ്രൈമറി സഫിക്സ് ആണ്. ഓൾ എന്ന് പറയുന്നത് സെക്കൻഡറി സഫിക്സ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ശരി, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. നമ്മൾ NCERT-യിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഓരോ കോമ്പൗണ്ടിന്റെയും പ്രിഫിക്സും സഫിക്സും അടങ്ങിയിരിക്കുന്ന ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യണം. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കഹോള് അവിടെ OH ഉണ്ട്. ഗ്രൂപ്പ് സഫിക്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഓൾ എന്ന് പറയും. പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ന് പറയും ഹൈഡ്രോക്സി എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO എന്ന് ഡിനോട്ട് ചെയ്യുക. അത് പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫോമിൽ അല്ലെങ്കിൽ ഓക്സോ എന്ന് പറയും. ഇനി അത് സഫിക്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് സഫിക്സ് ആയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾ എന്നാണ് വരിക. റെഡി? അങ്ങനെ എല്ലാത്തിന്റെയും പറയുന്ന ഒരു ടാബിൾ ഉണ്ട്. ഈ ടാബിൾ ഒന്ന് മക്കൾ പഠിച്ചു വെക്കണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. സോ നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ IUPAC നെയിം ഏതാണ്? കോമ്പൗണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ ആരെയും കാണാനില്ല. റെഡി? ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? പാരന്റ് ചെയിൻ കണ്ടെത്തണം. റെഡി? പാരന്റ് ചെയിൻ കണ്ടെത്താനുള്ള റൂൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കാർബൺ ഉണ്ടായിരിക്കണം അല്ലെ? പിന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത പ്രയോറിറ്റി മൾട്ടിപ്പിൾ ബോണ്ട് കൊടുക്കണം. നോക്കി നിങ്ങൾ, ഞാൻ ആദ്യം ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ എത്ര കാർബൺ ഉള്ളത് മക്കളെ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. 1 2 3 4 5 6 കാർബൺ ആണുള്ളത്. റെഡി? 6 കാർബൺ ഉണ്ട്, 3 മൾട്ടിപ്പിൾ ബോണ്ടും ഉണ്ട്. ശരിയല്ലേ? റെഡി? ഇനി വേണമെങ്കിൽ ഇങ്ങനെ എണ്ണിക്കൂടെ? 1 2 3 4 5 6 7 7 കാർബണും ഉണ്ട്, 3 മൾട്ടിപ്പിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ മൾട്ടിപ്പിൾ ബോണ്ടിൽ ആർക്കെങ്കിലും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടോ? ഇല്ല.
മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറയുന്ന ഒരേ പ്രയോറിറ്റിയാണ്. ഇനി ചിലപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ലോക്കൻസ് ഒക്കെ സെയിം ആയിട്ട് വരുമ്പം നമ്മൾ എണ്ണുമ്പം അങ്ങോട്ട് എണ്ണുമ്പോഴും ഇങ്ങോട്ട് എണ്ണുമ്പോഴും ഒക്കെ സെയിം ആണെങ്കിൽ നമ്മൾ ഡബിൾ ബോണ്ട് ആൽഫബറ്റിക്കലി ആദ്യം വരുന്ന ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്, അല്ലാതെ മറ്റൊരു പ്രയോറിറ്റി അവർക്കില്ല. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരന്റ് ചെയിൻ മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാം, പാരന്റ് ചെയിന് ഞാൻ നമ്പർ കൊടുക്കാം. മക്കളെ ശ്രദ്ധിക്കണേ, നമുക്ക് പാരന്റ് ചെയിൻ ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പാരന്റ് ചെയിൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പാരന്റ് ചെയിൻ. റെഡി? പാരന്റ് ചെയിനിൽ ഞാൻ നമ്പർ കൊടുക്കുമ്പം ഇതാ ഇവിടെ ഞാൻ 1 എന്ന് കൊടുക്കാം, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 5, 6, 7 അല്ലെ? നാലാമത്തെ കാർബണിൽ അവിടെ എന്തുണ്ട്, ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. റെഡിയാണേ? തിരിച്ചു എനിക്ക് എണ്ണിക്കൂടെ കൊടുക്കാലോ അല്ലെ? 1, 2, 3, 4, 5, 6, 7. റെഡി? ഞാനിതാ ഇങ്ങനെ നമ്പർ ചെയ്തപ്പോ നോക്കണേ, ഞാൻ ഇങ്ങനെ നമ്പർ ചെയ്തപ്പം ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്, മൂന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ദെൻ ആറാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്. 1, അതുപോലെ 3, അതുപോലെ 6. റെഡി? ഞാൻ തിരിച്ചെണ്ണിയപ്പോഴോ നോക്ക്, ഒന്നാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്, നാലാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ആറാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ 1, 4 ആൻഡ് 6. നമ്മൾ ഏതാ കൺസിഡർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പ്രത്യേക പ്രയോറിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വരുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1, 3, 6 നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് പിക്ക് ചെയ്യാം. 1 കഴിഞ്ഞാൽ 3, then 6. നേരത്തെ 1 കഴിഞ്ഞാൽ 4 ആണ്. അപ്പൊ ചെറുതാണ് നമ്മൾ എടുക്കേണ്ടത്, പരിഗണന ചെറുതിനാണ്. ശരി, ഇനി ഒന്നാമത്തതിൽ എന്താ ഉള്ളത് മക്കളെ? ഒന്നാമത്തതിലും അതുപോലെ തന്നെ ഒന്നാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും 1,3 എന്ത് വരണം, ഡൈഈൻ വരണം. ആറാമത്തെ കാർബൺ നമ്മൾ കൊടുക്കേണ്ടത് എന്ത് വരണം, ആറാമത്തേൽ YNE വരണം. ഇനി എന്താ ഈ നാലാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേര്? എന്താ പേര്? ഈ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ നമുക്കറിയാം സാധാരണ ഈത്തൈൽ എന്നാണ് വരേണ്ടത്. ഈത്തൈൽ. ഡബിൾ ബോണ്ട് ഉണ്ടായത് കൊണ്ട് നമ്മൾ പറയേണ്ടത് ഈത്തീനൈൽ എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? ഈത്തീനൈൽ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് നമ്മൾ പേര് എഴുതേണ്ടത്. നാലാമത്തെ കാർബണിൽ ഈത്തീനൈൽ. നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ എ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ ഈത്തീനൈൽ ഇല്ല. ദെൻ നാലാമത്തേല് ബി ഓപ്ഷനിൽ 4 ഈത്തീനൈൽ ഉണ്ട്, സി ഓപ്ഷനിലും 4 ഈത്തീനൈൽ ഉണ്ട്. ഒന്നെങ്കിൽ ബി ആവാം അല്ലെങ്കിൽ 4 ആവാം. ഇനി ഒന്നെങ്കിൽ ബി ആവാം അല്ലെങ്കിൽ എന്താവാം, സി ആവാം. ഡിയിലോട്ട് വരുമ്പോ എന്തില്ല, 4 prop 2YN ഇത് തെറ്റാണ് അല്ലേ? സോ ഒന്നെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ബി ആവാം അല്ലെങ്കിൽ 4 ആവാം. ശരി, നിങ്ങൾ നോക്ക്, എത്ര കാർബണാ ടോട്ടൽ പാരന്റ് ചെയിൻ ഉള്ളത്? പാരന്റ് ചെയിനിൽ 7 കാർബൺ അല്ലേ ഉള്ളത്? 7 കാർബൺ ആണെങ്കിൽ അവിടെ എന്താ വരേണ്ടത് അല്ലേ? മെത്ത് പ്രൊപ്പ് അല്ലെ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ് എന്നാണ് വരേണ്ടത്. ഹെക്സ് എന്നല്ല വരേണ്ടത്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ ആയി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1, 3 ഡൈഈൻ ഉണ്ട്, 6 അയൺ ഉണ്ട്. 1, 3 ഡൈഈൻ ആൻഡ് 6 അയൺ. റെഡി? അപ്പം വളരെ സിമ്പിൾ ആണ്. നോമൻക്ലേച്ചറിൽ നിന്ന് മാർക്കൊന്നും നമുക്ക് നഷ്ടപ്പെടാറില്ല. നമ്മൾ ആ ഒരു റൂള് പഠിക്കണം കൃത്യമായിട്ട്. പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ ആൻസർ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ ചിലപ്പം കാണുന്ന 4 ഓപ്ഷനും ഒരു പക്ഷേ ആൻസർ ആയി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മൾ കൃത്യമായ റൂൾ പ്രകാരം തന്നെ മുന്നോട്ട് പോകണം. ശരി, നോക്കിയേ നിങ്ങൾ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് IUPAC നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എ കൊടുത്തിരിക്കുന്നത് 2,2 ഡൈമീഥൈൽ 4 ഈത്തൈൽ ഹെപ്റ്റൈൻ ആണ്. ഇത് ശരിയാണോ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. നമുക്കറിയാം ഈത്തൈലം ബ്രാഞ്ച് ആയിട്ട് വന്നു, ശ്രദ്ധിക്കണേ, ഈത്തൈലും വന്നു, അതുപോലെ ബ്രാഞ്ച് ആയിട്ട് വരാന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വന്നു, മീത്തൈലും വന്നു. നമ്മൾ ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? മീത്തൈലിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഈത്തൈലിനാണ് കൊടുക്കേണ്ടത്. കാരണം ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആരാണ്? ഈത്തൈലാണ്. റെഡി? അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മക്കളെ. മീത്തൈൽ അല്ലേ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, പിന്നീടല്ലേ ഈത്തൈൽ കൊടുത്തത്? ആദ്യം ഈത്തൈലും പിന്നെ മീത്തൈലും. ആൽഫബറ്റിക്കൽ ഫസ്റ്റ് ഉള്ള ആളാണ് വരേണ്ടത്. സോ ഈ പറഞ്ഞ ഒന്നാമത്തെ എ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല. ഇനി 5 ഈത്തൈൽ 2 മീത്തൈൽ ഹെക്സൈൻ.
നമുക്കൊന്ന് വരച്ചു നോക്കാം. നിങ്ങൾ നോക്ക്, ഹെക്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 കാർബൺ. അതില് രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് വരണടാ? മീത്തൈൽ വരണം. ശരി, അഞ്ചാമത്തെ പൊസിഷനിൽ നോക്കണേ, ആ രണ്ടാമത്തെ പൊസിഷനിൽ മീത്തൈൽ, അഞ്ചാമത്തെ പൊസിഷനിൽ ഈത്തൈൽ. അപ്പൊ 1 2 3 4 5, 5ൽ എന്ത് വരണം? ഈത്തൈൽ വരണം അല്ലെ? CH2CH3. ഈ കോമ്പൗണ്ട് ശരിക്കുള്ള പേരെന്തായിരിക്കും? നിങ്ങൾ നോക്ക്, 1 2 3 4 5 ഇവിടെ ഉണ്ട്, 5 കാർബൺ അല്ലേ? 6 7, ഇത് ഇങ്ങനെയല്ലേ നമ്മൾ പാരന്റ് ചെയിൻ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 എന്ത് വരണം? മീത്തൈലും അതുപോലെ തന്നെ 2,5 ഡൈമീത്തൈൽ എന്നല്ലേ വരേണ്ടത്? സോ അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവോ? ഇല്ല. സോ അതും തെറ്റാണ്. നമ്മൾ അടുത്തിലോട്ട് പോകാം. 1,3 ഡൈമീത്തൈൽ ബ്യൂട്ടൈൻ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂന്റ് വരികയാണെങ്കിൽ അല്ലെ, ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരിക്കലും ടെർമിനൽ കാർബണിൽ വരില്ല. അങ്ങനെ പറഞ്ഞാൽ ആദ്യത്തെ കാർബണിലോ അവസാനത്തെ കാർബണിലോ വരില്ല. നമ്പറിംഗിൽ നമുക്ക് അത് എന്ത് ചെയ്യും? മിസ്റ്റേക്ക് വരും. എടാ നിങ്ങൾ നോക്ക്, ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ ചെയ്താം. CH3 CH2 CH2 CH3. ഇയാൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആണോ? അല്ല. ഇതാ പാരന്റ് ചെയിൻ നമ്മൾ ഇങ്ങനെയല്ലേ കൺസിഡർ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒന്നാമത്തെ പൊസിഷനിൽ ഇങ്ങനെ വന്നാൽ എന്ത് വരൂല? സബ്സ്റ്റിറ്റ്യൂന്റ് വരില്ല. അതുകൊണ്ട് അതും തെറ്റാണ്. സോ നമുക്ക് അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കാം. 3 ഈത്തൈൽ 1, ഡൈമീത്തൈൽ സൈക്ലോഹെക്സൈൻ എന്നാണ് ഇവിടെ ഉള്ളത്. ശരി, സൈക്ലോഹെക്സൈൻ നമുക്കറിയാം അല്ലേ? നമ്മൾ ഇങ്ങനെ വരയ്ക്കും, സൈക്ലോഹെക്സൈൻ ആയി. Then 3 ഈത്തൈൽ 1, ഡൈമീത്തൈൽ. 1, ഡൈമീത്തൈൽ എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. 3 ഈത്തൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ C2H5 വരും അല്ലേ? ശരി, ഇതോ ശരിയാണ്. ഇത് മാത്രമേ അവിടെ എന്തായിട്ടുള്ളൂ? ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. റെഡി? നോക്കണേ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. സെലക്ട് ദ സ്ട്രക്ചർ ഓഫ്, നോക്കണേ, 4 ഈത്തൈൽ 2, 3 ഡൈമീത്തൈൽ 2 ഹെപ്റ്റീൻ. ഹെപ്റ്റ് 2 എന്ന് പറയാം, 2 ഹെപ്റ്റീൻ എന്ന് പറയുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ശരി, ആദ്യം ഹെപ്റ്റാണ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര കാർബൺ ആണ്? അത് 7 കാർബൺ ആണ്. തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ 1 അല്ലെങ്കിൽ 1 2 3 4 5 6 7 1 2 3 4 5 6 7 എല്ലാത്തിലും 6 കാർബൺ ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7. ഇനി ഇവിടൊക്കെ 7 കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ച് പറയാൻ വേണ്ടി പറ്റൂല. 2 ഹെപ്റ്റീൻ എന്ന് പറയുമ്പോൾ ഹെപ്റ്റ് 2 ഈൻ, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ പാരന്റ് ചെയിൻ ആയിട്ട് എനിക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. 1 2 3. അപ്പൊ ഇതൊരു ചെയിൻ ആയിട്ട് വരും. സോ അല്ലെങ്കിൽ 1 2 എന്ന് പറയുമ്പോഴും ഒന്നാമത്തെ കാർബണിലാണ് എന്ത് വരിക? ഡബിൾ ബോണ്ട് വരിക. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി ബിയിലോട്ട് വരുമ്പം 1 2 3 4 5 6 7. ഇതൊരു പാരന്റ് ചെയിൻ, ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്, ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്, ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. അഥവാ രണ്ടാമത്തതിലും അതുപോലെ മൂന്നാമത്തേലും മീത്തൈൽ 2, 3 ഡൈമീത്തൈൽ. നാലാമത്തേൽ എന്ത് വരണടാ? ഈത്തൈൽ വരണം. ഓക്കെ, രണ്ടാമത്തേൽ ആരുണ്ട്? ഈനുണ്ട് അല്ലെ? ഇതല്ലേ നമ്മുടെ ഡാറ്റ നേരത്തെ തന്നിരിക്കുന്നത്. 4 ഈത്തൈൽ 2, 3 ഡൈമീത്തൈൽ 2 ഹെപ്റ്റീൻ. ഓപ്ഷൻ 2 അഥവാ ബി ഈസ് റൈറ്റ്. ഇനി നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്ക്, ഇതെന്തായാലും വരൂല. 2 ഇൻ വരാനുള്ള ഒരു ചാൻസും ഇല്ല. ഇനി ഇവിടേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വരാം. 1 2 3 കണ്ടോ? രണ്ടാമത്തെ ഇൻ വരാം. 3 4 5 6 7. ഇവിടെ രണ്ടാമത്തെ ലീൻ വന്നു കഴിഞ്ഞാൽ നാലാമത്തേൽ എന്ത് വരണം? ഈത്തൈൽ വരണം. ദെൻ അഞ്ചാമത്തേലും ആറാമത്തേലും 5,6 ഡൈമീത്തൈൽ എന്നാണ് വരേണ്ടത്. 5,6 ഡൈമീത്തൈൽ അല്ല നമുക്കുള്ളത്, 2,3 ഡൈമീത്തൈൽ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനും ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് വൺ. IUPAC നെയിം ഓഫ്. നോക്കി നിങ്ങൾ, ഇവിടെ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിലൊന്നും നമുക്ക് എന്ത് കണ്ടെത്തണം? പാരന്റ് ചെയിൻ കണ്ടെത്തണം. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്പർ എവിടുന്ന് എങ്ങോട്ട് എണ്ണം എന്നുള്ളത് നമ്മൾ നോക്കണം. റെഡി? എനിക്ക് ഇങ്ങനെ എണ്ണാം. 1 2 3 4 5 6 7 അല്ലെ? ഇങ്ങനെ കൗണ്ട് ചെയ്തൂടെ? കൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കറിയാം. ഇയാൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് വേണ്ട ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാൻ, അതായത് ലീസ്റ്റ് നമ്പർ വരേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പിനല്ലേ?
ഇങ്ങനെ ഞാൻ എണ്ണുമ്പം മൂന്നാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത്, ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അഞ്ചാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ശരി, ഒന്ന് തിരിച്ചെണ്ണി നോക്കാം. നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് എണ്ണാലോ. റെഡി? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 1 2 3 4 5 6 7. മക്കളെ നോക്കി, അങ്ങനെ എണ്ണുമ്പം മൂന്നാമത്തെ കാർബണിൽ ആര് വരുന്നുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, മൂന്നാമത്തെ കാർബണിലാണ് ആരുള്ളത്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. നാലാമത്തെ കാർബണിലാണ് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത്. സോ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം, ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാർബണിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ് മക്കളെ, അത് കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്ത് കൊടുക്കണം, ONE നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ, ഓൺ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഓൺ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ശരി, ടോട്ടൽ എത്ര കാർബൺ ഉള്ളത്, നമുക്ക് 7 കാർബൺ ഉണ്ട്. 7 കാർബൺ ആണെങ്കിൽ നമ്മളെ പേരെന്താ വരിക, 7 കാർബൺ എന്താ നമ്മൾ പറയാം, ഹെപ്റ്റ് എന്നാണ് പറയാ, ഹെപ്റ്റ്. ദെൻ നാലാമത്തെ കാർബണിൽ എന്തുണ്ടടാ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഐൻ. ദെൻ എന്ത് വരണം, മൂന്നാമത്തെ കാർബണിലാണ് നമ്മുടെ എന്തുള്ളത്, കീറ്റോൺ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3 ഓൺ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഈസ് റൈറ്റ്. നമുക്ക് റൂളൊക്കെ അറിയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്തിലേക്ക് എത്താം, ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി, ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കിയേ, കറക്റ്റ് നെയിം ഓഫ് ദ കോമ്പൗണ്ട്. നമ്മൾ സൈക്ലിക്കിലേക്ക് കടക്കുകയാണ്. സൈക്ലിക് വളരെ എളുപ്പമാണ്, ഭയങ്കര ടഫ് ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. നമ്മൾ നോക്കാം. കറക്റ്റ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ OH ഉണ്ട്. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എന്ത് വരണം, ലീസ്റ്റ് നമ്പർ വരണം. നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ തന്നെയാണ്, 1 2 എന്ന് നമ്മളെ പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേൽ ആരുണ്ട്, മീത്തൈൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പേരെന്താ വരിക, പറ, 2 മീത്തൈൽ. ഓക്കെ, 2 മീത്തൈൽ. ദെൻ അതാണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂവന്റ്. സൈക്ലിക് ആണോ, സൈക്ലിക് ആണ്. അപ്പൊ എന്ത് വരണം, നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സൈക്ലോ. എത്ര കാർബൺ ഉണ്ട്, 6 കാർബൺ ഉള്ള ഹെക്സൈൻ അല്ലേ, സൈക്ലോ ഹെക്സൈൻ അല്ലേ. 1 ഓൾ എന്ന് നമുക്ക് എഴുതാം, 1 ഓൾ. 2 മീത്തൈൽ സൈക്ലോ ഹെക്സൈൻ 1 ഓൾ, അഥവാ 2 മീത്തൈൽ സൈക്ലോ ഹെക്സനോൾ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരിക മക്കളെ, നോക്കി, ഓപ്ഷൻ 1 ഈസ് റൈറ്റ് അല്ലെ, 2 മീത്തൈൽ സൈക്ലോ ഹെക്സനോൾ. റെഡി? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൈമെന്ന് ഒരു പക്ഷേ പോയേക്കാം. സോ ഓക്കെ, കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. IUPAC നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലോറിൻ തെറിച്ച് കിടക്കുന്നത് കാണാം. വളരെ സിമ്പിൾ ആണ്, നമ്മൾ പാരൻസിനെയും കൺസിഡർ ചെയ്യുക, സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസറിലോട്ട് എത്തുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ പാരന്റ് ചെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തൂടെ, 1 2 3 3 കാർബൺ ഉള്ളത്. ഇനി ഇങ്ങനെയും വരാം കേട്ടോ, അങ്ങനെയും വരാം, നോ പ്രോബ്ലം. 1 2 3 ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇയാളൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇവിടെ ഉള്ള മുകളിലുള്ള CH2Cl ക്ലോറോ മീത്തൈൽ എന്നാണ് നമ്മൾ അതിനെ പറയാം. അതൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇത് അടുത്ത 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. റെഡി? ഒന്നാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും കാർബണിൽ 2 ക്ലോറോ, അങ്ങനെ പറഞ്ഞാൽ ഡൈക്ലോറോ എന്ന് നമ്മൾ ആഡ് ചെയ്യണ്ടേ, വേണം. റെഡി? ഇനി രണ്ടാമത്തെ കാർബണിൽ ആരുണ്ടടാ, ക്ലോറോ മീത്തൈൽ ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്, ക്ലോറോ മീത്തൈൽ ഉണ്ട്. റെഡി? അപ്പൊ എന്താ പേര് വരിക, 1,3 ഡൈക്ലോറോ 2 ക്ലോറോ മീത്തൈൽ. അങ്ങനെ വരുന്ന ഏതാ ഓപ്ഷൻ ഉള്ളത്, 1,3 ഡൈക്ലോറോ 2 ക്ലോറോ മീത്തൈൽ പ്രൊപ്പെയിൻ. 3 കാർബൺ ആണ് ടോട്ടൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണം, പ്രൊപ്പ ആഡ് ചെയ്യണം അല്ലെ. ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്, എയിൻ പ്രൊപ്പെയിൻ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ സൂക്ഷിച്ചു നോക്കണം. ഇവിടെ ഏതെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ, ഉണ്ട്. CH ആണ് നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ്, ആൽഡിഹൈഡ്. അപ്പൊ അയാൾക്കാണ് നമ്മൾ ഏറ്റവും മോർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ലീസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 നമ്മൾ 3 ഇങ്ങനെ വരണം. രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്, ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ഫിനായിൽ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക,
ഫിനൈൽ. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, നോക്ക്, 2 ഫിനൈൽ, 2 ഫിനൈൽ, അതാണല്ലോ സബ്സ്റ്റിറ്റ്യൂവന്റ്. പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? പാരന്റ് ചെയിനിൽ 3 കാർബൺ എന്ന് പറഞ്ഞ പേര് പ്രൊപ്പ് അല്ലെ, എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ പ്രൊപ്പെയിൻ. ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൾ എന്ന് പറയും അല്ലെ. നമ്മൾ ഈ ഇവിടെ ക്യാൻസൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 2 ഫീനൈൽ എന്ത് വരണം? 2 ഫീനൈൽ പ്രൊപ്പനാൾ എന്ന് ആൻസർ വരണം. 2 ഫീനൈൽ പ്രൊപ്പനാൾ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ നിങ്ങൾ. 2 ഫീനൈൽ പ്രൊപ്പനാൾ. ഓപ്ഷൻ സി ഈസ് റൈറ്റ്. റെഡി, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നമുക്കൊരു ബെൻസിൻ റിംഗ് ഉണ്ട്, ഇവിടെ NH2 ഗ്രൂപ്പ്, ഒരു ബ്രോമിൻ അല്ലേ. റെഡി, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ആരാ സബ്സ്റ്റിറ്റ്യൂവന്റ്, ആരാ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറയും ഇവിടെ ഉള്ള NH2 എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അപ്പൊ നമ്പർ 1 2 3 4 അല്ലേ, 4ാമത്തെ കാർബണിലാണ് ബ്രോമിൻ ഉള്ളത്. അപ്പം ബ്രോമിൻ ഉണ്ടെങ്കിൽ 4 ബ്രോമോ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 4 ബ്രോമോ. ഈ കാണുന്നത് എന്താണെടാ? അത് ബെൻസനമീൻ ആണ് അല്ലെ, ബെൻസനമീൻ. റെഡി, ബെൻസിന്റെ മുകളിൽ നമ്മൾ അമീൻ വന്നിരിക്കുന്നു. സോ ബെൻസനമീൻ, 4 ബ്രോമോ ബെൻസനമീൻ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. റെഡി, ജസ്റ്റ് ഗോ ടു നെക്സ്റ്റ് വൺ. നോക്കി, ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. റെഡി, അപ്പൊ നമ്മൾ ആ മീഥൈൽ ഗ്രൂപ്പ് അമീന്റെ നൈട്രജനായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എൻ ഡൈമീഥൈൽ എന്ന് നമ്മൾ പറയണം. എൻ ഡൈമീഥൈൽ. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരാടാ? ബെൻസീൻ ആണ്. ഈ ബെൻസീൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൈട്രജനിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ബെൻസനമീൻ ആണ്. അപ്പം എൻ ഡൈമീഥൈൽ എന്ത് വരും? പറ, ബെൻസനമീൻ വരും. അമിനോ ബെൻസീൻ എന്നല്ല നമ്മൾ പറയേണ്ടത്, ബെൻസനമീൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. റെഡി, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിവിടെ CH3 ഉണ്ട് അല്ലേ, ഇതിനിവിടെ ആരുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. സോ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കറിയാം ആർക്കാണ്? ഡബിൾ ബോണ്ട് ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അല്ലെ. 3ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? മീഥൈൽ ഉണ്ട്. അപ്പൊ 3 മീഥൈൽ എന്ന് വരണം അല്ലെ. 3 മീഥൈൽ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടടാ? എ ഉണ്ട്, ഇതല്ല, 6 മീഥൈൽ അല്ല, 1 മീഥൈൽ അല്ല, ഓപ്ഷൻ എ തന്നെ ആവും ശരി. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 3 മീഥൈൽ സൈക്ലോഹെക്സീൻ, ഹെക്സ് 1 എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ഹെക്സീൻ എന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. റെഡി, ദെൻ ദ IUPAC നെയിം ഓഫ് കോമ്പൗണ്ട് നിങ്ങൾ നോക്ക്. OH ഉണ്ട് ഇവിടെ അല്ലെ, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആർക്കാ പ്രയോറിറ്റി? ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയ OH-നാണ് പ്രയോറിറ്റി. അപ്പൊ നമ്പർ കൊടുക്കണം 1 2 3. 3ാമത്തെ പൊസിഷനിൽ എത്ര മീഥൈൽ ഉണ്ട്? 2 മീഥൈൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3,3 ഡൈമീഥൈൽ, 3,3 ഡൈമീഥൈൽ എന്ന് വരും. ദെൻ സൈക്ലോഹെക്സനോൾ അല്ലെ, സൈക്ലോഹെക്സനോൾ. അപ്പൊ 3,3 ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ 3,3 ഡൈമീഥൈൽ ഉണ്ട്, ഇവിടെയും 3,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സാൻ 1 ഓൾ. 1 ഹൈഡ്രോക്സി ആണോ? അല്ല, OH നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഓൾ എന്നാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സഫിക്സ് അല്ലെ. ഇനി സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയും ഹൈഡ്രോക്സി എന്ന് പറയും. ഇതൊരിക്കലും എന്തല്ല, സബ്സ്റ്റിറ്റ്യൂവന്റ് അല്ല, ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. റെഡി, ഓക്കെ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ജെയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് 2,3 ഡൈബ്രോമോ 1 ഫീനൈൽ പെൻറ്റെയ്ൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2,3 ഡൈബ്രോമോ 1 ഫീനൈൽ പെൻറ്റെയ്ൻ. നമുക്ക് നോക്കാം. ബ്രോമിൻ ആണ് നമുക്ക് പ്രയോറിറ്റി. ബ്രോമിന് പ്രത്യേകിച്ച് അത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും അല്ല, അപ്പൊ അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രയോറിറ്റി ഒന്നും കൊടുക്കണ്ട. അപ്പൊ അവിടെയുള്ള ബെൻസിനിങ്ങിനാണ് പ്രയോറിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 2 3 അല്ലെ, 1,3 എന്നാ വരിക, 2,3 എന്നാണ് വരേണ്ടത്. റെഡി, അപ്പൊ ഇതല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്ക്, 1 2 3 4 3,4 ഡൈബ്രോമോ എന്നാണ് വരിക അല്ലെ.
ഇവിടെ അതല്ല 2,3 എന്നാണ് വരേണ്ടത്. 1 2 3 നിങ്ങൾ നോക്ക് 2,3 അല്ലേ. എത്ര ബ്രോമിൻ? ഡൈബ്രോമോ. ഒന്നാമത്തെ ഫീനെയിൽ 1 ഫീനെയിൽ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 4 5 പെന്റെയിൻ. ശരിയാണ്, ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. റെഡി. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താ വരിക? 1,2 എന്നാ വരേണ്ടത്. റെഡി. 1,2 ഡൈബ്രോമോ 1 ഫീനെയിൽ പെന്റെയിൻ. റെഡി. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2,3 ആണ്. 2,3 ആണെങ്കിൽ ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ 2-oxo-hex 4-vinylic acid ഈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇല്ല. ഇതൊരു ജെയുടെ PYQ ആണ്. അതാണ് ഇതിൽ ഓപ്ഷൻ നിങ്ങൾ കാണാത്തത്. നോക്കണേ, നമുക്ക് ആ ഒരു കോമ്പൗണ്ട് വരച്ചിട്ട് കോമ്പൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഒരു കോമ്പൗണ്ട് വരച്ചാൽ പിന്നെ അതിലുള്ള സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എണ്ണ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ശരി. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഹെക്സ് ആണ്. ഹെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 6 കാർബൺ അവിടെ ഉണ്ടാകും. ഞാൻ 6 കാർബൺ ഇവിടെ വരയ്ക്കാം. 1 2 3 4 5 6. അതിൽ നമുക്കറിയാം ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടെ ആസിഡ് ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആസിഡ് ഗ്രൂപ്പാണ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2-oxo. ഓക്സോ എന്ന് രണ്ടാമത്തെ പൊസിഷനിലാണ്. ഓക്സോ എങ്കിൽ അതെന്താണ്? കീറ്റോ ആണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മളിവിടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6. രണ്ടാമത്തെ പൊസിഷനിൽ കീറ്റോ, രണ്ടാമത്തെ കാർബണിൽ കീറ്റോ. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കേണ്ടത് നാലാമത്തതിൽ ട്രിപ്പിൾ ബോണ്ട് വരണം. 3 4. 4 ഇവിടെ ഉണ്ട്. നാലാമത്തതിൽ 1 2 3 ട്രിപ്പിൾ ബോണ്ട്. ബാക്കിയുള്ളൊക്കെ കാർബണിന്റെ ബാലൻസ് അനുസരിച്ച് നമുക്കറിയാം. ബാക്കിയുള്ളൊക്കെ സിംഗിൾ ബോണ്ട് ആണ്. കാർബണിന്റെ ബാലൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈ ആദ്യത്തെ 2 കാർബണും ഓക്കെയാണ്. ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ കാർബണിന്റെ ബാലൻസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇതും കംപ്ലീറ്റഡ് ആണ്. ഇവിടെ 3 ഹൈഡ്രജൻ വേണ്ടി വരും. ഓക്കെ അല്ലേ? റെഡി. ഇനി നമ്മൾ അതിലെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ പൈ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പൈ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് അവിടെ ഫോം ചെയ്യുക സിഗ്മ ബോണ്ട് ആയിരിക്കും. ദെൻ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിൽ ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് എന്ന രൂപത്തിലാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നതിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പൈ ബോണ്ട് ഉണ്ടാവുള്ളൂ. റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്ക്, ഇവിടെ 2 പൈ ബോണ്ട് ആയിരിക്കും. അതുപോലെ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാകും. അതുപോലെ ഇവിടെയും ഒരു പൈ ബോണ്ട് ഉണ്ടാകും. ടോട്ടൽ 4 പൈ ബോണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി സിഗ്മ ബോണ്ട് നിങ്ങൾ നോക്ക്. സിഗ്മ ബോണ്ട് ടോട്ടൽ നമ്മൾ എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5. അതുപോലെ ഇവിടെ 6 7 8 9 10 11 12 13 14. ഇത് പലപ്പോഴും കാണാറില്ല പലരും. റെഡി. ഈ പറഞ്ഞ OHന്റെ ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, അത് പലപ്പോഴും കാണാറില്ല. ടോട്ടൽ എത്ര ഉണ്ടടാ? 14. റെഡി. അങ്ങനെ പൈ ബോണ്ടിന്റെയും സിഗ്മ ബോണ്ടിന്റെയും സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, 18 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കിയേ. ജെയിന്റെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേര് എഴുതാനാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കോമ്പൗണ്ട് ഞാൻ തൊട്ടടുത്ത പേജിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കണേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ആൽഡിഹൈഡ് ആണ്. ഇത് ആൽക്കഹോൾ ആണ്. 3 പേരും കോമ്പൗണ്ടിൽ പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രയോറിറ്റി ഓർഡർ പഠിക്കുന്നുണ്ട് അല്ലേ. ആദ്യം നമ്മൾ ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കാർബോക്സിലിക് ആസിഡിനാണ്. നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ആണേ. ഇങ്ങനെ 3 പേരും വരുമ്പോൾ ആരായിരിക്കും ഫംഗ്ഷൻ ഗ്രൂപ്പ്? അതിന്റെ പ്രയോറിറ്റി NCERT പറയുന്നുണ്ട്. സോ IUPAC പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? COH-നാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അഥവാ കാർബോക്സിലിക് ആസിഡിനാണ്. ദെൻ പിന്നീട് ആർക്കാണ്? ആൽഡിഹൈഡ്, ദെൻ ആൽക്കഹോൾ ആണ്. റെഡി. ഒരാൾ മാത്രമേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരാൾ ഫംഗ്ഷൻ ഗ്രൂപ്പായി കൺസിഡർ ചെയ്താൽ ബാക്കിയുള്ള എല്ലാവരും എന്താണ്? സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ശരി, നിങ്ങൾ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ കൗണ്ട് ചെയ്യണം. ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇവിടെ 1 വരണം, ഇവിടെ 2 വരണം അല്ലെ. 3 4 then 5 then 6 7 7 കാർബൺ ഉണ്ട് അല്ലെ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിനെ പറയണം. രണ്ടാമത്തെ കാർബണിൽ ആൽക്കഹോൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താ പറയാ? ഫോമൈൽ എന്നാണ് പറയാ. എന്താ പറയാ? ഫോമൈൽ എന്നാണ് പറയാ.
ശരി, നാലാമത്തെ കാർബണിൽ ആരുണ്ട്? ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കഹോളിക് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട പ്രിഫിക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സി എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. റെഡി, 2-formyl 4-hydroxy. എത്ര കാർബൺ ഉണ്ട് മക്കളെ? ഇതാ അടുത്ത വേർഡ് റൂട്ട് ആണല്ലോ, 7 കാർബൺ ഉണ്ട്. സോ 7 കാർബൺ നമ്മൾ പറയേണ്ടത് ഹെക്സ് കഴിഞ്ഞിട്ട് ഹെപ്റ്റ്. ഹെപ്റ്റ്. ഇനി എവിടെയെങ്കിലും മൾട്ടിപ്പിൾ ബോണ്ടുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടല്ലോ അല്ലേ? അവിടെ കാർബൺ ഇടയിൽ എന്താ ഉള്ളത്? ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ എന്ത് വരണം? ഹെപ്റ്റ് 6-ene. റെഡി, ദെൻ 1 ഓയിക് ആസിഡ്. നമ്മൾ ഓയിക് ആസിഡ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഓയിക് ആസിഡ് എന്ന് നമ്മൾ എഴുതാം. ഓക്കെ, റെഡി. ഇതാണ് ഇതിന്റെ കോമ്പൗണ്ടിന്റെ പേര് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ പ്രയോറിറ്റി ഓർഡർ ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ശരി, ഈ ഒരു ഓപ്ഷൻ ഏതാ നോക്ക് നിങ്ങൾ? 2-formyl 4-hydroxy hept 6-ene oic acid. റെഡി, ഇതാ രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ്. Then next, IUPAC name of, നോക്കിയേ നിങ്ങൾ, CH3 thrice CCl. വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ നിങ്ങൾ മാറ്റി എഴുതുക. ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ എഴുതാം. നോക്കിയേ, കാർബൺ ഉണ്ട്, കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്ലോറിൻ ആണ്. ആ കാർബണിലോട്ട് 3 CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടാ, CH3. റെഡി, എന്താ മക്കൾ ഇതിന്റെ പേര് വരിക? പാരന്റ് ചെയിനിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത് ഇതാണ്. ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരും ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത് പാരന്റ് ചെയിൻ ആക്കി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 അല്ലെ, നമ്പർ കൊടുത്തു നോക്ക്, 1, 2, 3. രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്? ഒരു CH3 ഉണ്ട്, ഒരു ക്ലോറിൻ ഉണ്ട് അല്ലെ. അപ്പം 2 ക്ലോറോ 2 മീത്തൈൽ എന്ന് വരണം. അതിൽ ഏറ്റവും ഫസ്റ്റ് വരേണ്ടത് ആൽഫബറ്റിക്കലി ക്ലോറിൻ C ആയതുകൊണ്ട് ക്ലോറോ ആണ്. അപ്പൊ 2 ക്ലോറോ 2 മീത്തൈൽ പ്രൊപ്പെയിൻ എന്ന ആൻസർ വരും. ഓപ്ഷൻ C ഈസ് റൈറ്റ്. റെഡി, ദെൻ ഒരിക്കലും നമ്മൾ ആരെ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യരുത്? ഹാലജൻസിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യരുത്. റെഡി, ഹാലജൻസ് എപ്പോഴും എന്താണടാ? സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. നോക്കിയേ, കറക്റ്റ് IUPAC നെയിം ഫോർ കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ട് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും പ്രസന്റ് അല്ല. പാരന്റ് ചെയിൻ നമ്മൾ കണ്ടെത്തണം. പാരന്റ് ചെയിനിൽ നമ്പർ ഓഫ് കാർബൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ഉള്ളതായിരിക്കണം നമ്മുടെ പാരന്റ് ചെയിൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാണെങ്കിൽ 1, 2, 3, 4 അല്ലേ? ശരിയാണോ? ഇങ്ങനെ ഉണ്ട് കൂടെ 1, 2, 3, 4, 5. ഇതിനേക്കാൾ കൂടുതൽ കാർബൺ ഉള്ള പാരന്റ് ചെയിൻ ഉണ്ടോ? ഉണ്ട്. നോക്കണേ, ഇതാ ഇവിടെ 2 കാർബൺ ഉണ്ട് അല്ലേ? അപ്പൊ 1, 2, 3, 4. ഇവിടെ 2 കാർബൺ അല്ലേ? അപ്പൊ 5, 6. ക്ലിയർ? റെഡി, അപ്പൊ നമ്മുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. റെഡി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കാം. നോക്കിയേ, നമ്പർ കൊടുക്കുമ്പം 1, 2, 3, 4, 5, 6. റെഡി അല്ലേ? മൂന്നാമത്തെ കാർബണിൽ ആരുണ്ട്? ഒരു മീത്തൈൽ. നാലാമത്തെ കാർബണിൽ മീത്തൈൽ ഉണ്ട്. നമ്മൾ തിരിച്ചെണ്ണിയാലും സെയിം ആണ് കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ പേരെന്താ വരിക? 3,4. എത്ര മീത്തൈലടാ? ഡൈമീത്തൈൽ. പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഹെക്സൈൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി പിക്ക് ചെയ്യാം. റെഡി, ഗോ ടു നെക്സ്റ്റ്. IUPAC നെയിം ഫോർ. നോക്കണേ, ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇത് NCERTന്റെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കണം നിങ്ങൾ. റെഡി, ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരും എന്തല്ല, ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ഇല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് നമ്പർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൽഫബറ്റ് ഓർഡറിൽ അതിന്റെ പേര് എഴുതണം, സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പേര് എഴുതണം. അപ്പൊ എനിക്ക് ഇങ്ങനെ നമ്പർ ചെയ്യാം, 1, 2, 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ക്ലോറിൻ, ക്ലോറോ. റെഡി, ദെൻ നാലാമത്തെ പൊസിഷനിൽ ആരുണ്ട്? മീത്തൈൽ ഉണ്ട്. റെഡി, ആറാമത്തെ പൊസിഷനിൽ ആരുണ്ട്? നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മാത്രമാണോ എനിക്ക് എണ്ണാൻ വേണ്ടി പറ്റുക? അല്ല, തിരിച്ചൊന്ന് എണ്ണി നോക്കി കൂടെ. 1, 2, 3, 4, 5, 6. ഇങ്ങനെയും എനിക്ക് എണ്ണാലോ അല്ലെ? ശരി, അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ക്ലോറോ ഉണ്ട്. ദെൻ രണ്ടാമത്തെ പൊസിഷനിൽ ആരുണ്ട്? നൈട്രോ ഉണ്ട്. ദെൻ നാലാമത്തെ പൊസിഷനിൽ ആരുണ്ട്? മീത്തൈൽ ഉണ്ട്. ഞാൻ 1,4,6 ആണോ എടുക്കേണ്ടത്? 1, 2, 4 ആണോ എടുക്കേണ്ടത്?
അല്ലെ? നമുക്കറിയാം ഏതെടുക്കേണ്ടത് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് 1 4 അല്ലെ? 1 പിന്നെ വരുന്നത് ഏതാ 2 ആണ്. അപ്പൊ 1 2 4 ആണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ആരെ ഞാൻ ആദ്യം എഴുതണം? ഫസ്റ്റ് ആരെ എഴുതണം? ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആരാണോ വരുന്നത് അവരെ എഴുതണം. അത് നമുക്കറിയാം. അവിടെ ഫസ്റ്റ് തന്നെ വരേണ്ടത് ആരാണ്? 1 ക്ലോറോ ആണ് വരേണ്ടത്. അങ്ങനെ 1 ക്ലോറോ വരുന്ന ഓപ്ഷൻ ഏതൊക്കെ നമുക്ക് നോക്കാം. റെഡി? നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എയും ബിയും സ്യൂട്ടബിൾ ആണ്. എന്നാൽ നമ്മൾ സിയിലോട്ട് വരുമ്പോൾ 2 ക്ലോർ ആണ്, തെറ്റാണ്. ഡിയിലോട്ട് വരുമ്പോൾ മെറ്റ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റ എന്ന് പറയുന്നത് നമ്മൾ IUPAC നോമൻക്ലേച്ചറിൽ വരില്ല, കോമൺ നെയിം ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ശരി, ഇനി രണ്ടാമത് ആരാ വരേണ്ടത്? 1 ക്ലോറോ കഴിഞ്ഞിട്ട് ഇവിടെ 2 നൈട്രോ ഉണ്ട്, അതുപോലെ തന്നെ 4 മീത്തൈൽ ഉണ്ട്. ആര് വരണം? നമുക്കറിയാം ആൽഫബറ്റിക്കലി ഫസ്റ്റ് വരുന്ന ആരാ? നൈട്രോ ആണ്. അങ്ങനെയാണെങ്കിൽ 2 നൈട്രോ ആണ് വരേണ്ടത്. അപ്പം നോക്ക് നിങ്ങൾ, സോറി, ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആരെ വരിക? മീത്തൈൽ ആണ്, എം അല്ലേ? സോ അങ്ങനെയാണ് 4 മീത്തൈൽ 2 നൈട്രോ. പിന്നുള്ളത് എന്താണ്? ഇത് ഇവിടെ ഉള്ളിലുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ബെൻസീൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതിലോട്ട് നമുക്ക് വരാം? ഓപ്ഷൻ ബിയിലോട്ട് നമുക്ക് വരാം. ഇസ് ഇറ്റ് ക്ലിയർ? റെഡി? എപ്പോഴും നമുക്ക് ഇവിടെ തെറ്റിപ്പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയേക്കാം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. റെഡി? ആൽഫബറ്റിക് ഓർഡറൊക്കെ നോക്കി നല്ലൊരു ഓപ്ഷൻ നമ്മൾ വേഗത്തിൽ തിരഞ്ഞെടുക്കണം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? നോക്കണേ, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത്. നേരത്തെ ഇതുപോലുള്ള കോമ്പൗണ്ട് ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ ആ കോമ്പൗണ്ടിൽ എന്തില്ലായിരുന്നു? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് പോകാൻ നിങ്ങൾ, ഇവിടെ ആരുണ്ട്? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആരാണ് അവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ്? അല്ലെ? നമുക്കറിയാം ഇയാളാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പിലാണ് എന്ത് വരേണ്ടത്? ലീസ്റ്റ് നമ്പറിങ് വരേണ്ടത്. ഓക്കെ, പ്രയോറിറ്റി വരേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 അല്ലെ? 4 ഇത്രയും പേരാണുള്ളത്. ഞാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 1 2 3 4 5 6. അങ്ങനെ വരുമ്പം 1 അതുപോലെ 4 അതുപോലെ 6 ഈ പൊസിഷനിലാണ് വരിക. റെഡി? എന്നപ്പോ നമ്മളിപ്പോ എണ്ണ ഈ രൂപത്തിലോ അങ്ങനെയാണെങ്കിൽ 1 2 4 ആണ് വരിക. ഏറ്റവും ലീസ്റ്റ് 1 2 4 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തിൽ ആരാളുള്ളത് മക്കളെ? നോക്കണേ, രണ്ടാമത്തതിൽ ബ്രോമോ ആണ് ഉള്ളത്. നാലാമത്തതിൽ ആരാളുള്ളത്? ഇയാളെ പേരെന്താ? ഇയാളെ പേര് ഈത്തൈലാണ് അല്ലെ? നമുക്കറിയാം. ഓക്കെ, 2 ബ്രോമോ അതുപോലെ 4 ഈത്തൈൽ. ഇതിൽ ആരാ ഏറ്റവും ഫസ്റ്റ് വരേണ്ടത്? 2 ബ്രോമോ തന്നെയാണ് വരേണ്ടത്. ആൽഫബറ്റിക്കലി ഫസ്റ്റ് അവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങൾ, 2 ബ്രോമോ 4 ഈത്തൈൽ. ഇനി ഇയാളെ നമുക്ക് ഒന്നെങ്കിൽ ബെൻസോയിക് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് എന്നും നമുക്ക് പറയാം. തെറ്റൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 2 ബ്രോമോ 4 ഈത്തൈൽ ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് എന്നാണുള്ളത്. ഓപ്ഷൻ 2 അഥവാ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓക്കെ, നേരത്തെ ഇതേപോലത്തെ മറ്റൊരു ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലെ? നോക്കാം നമുക്ക്. ഇവിടെ ഒരാൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, നമുക്കറിയാം ആൽഡിഹൈഡ് ആണ്. സോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒരാളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾക്കാണ് പ്രയോറിറ്റി വരേണ്ടത്. അങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. 1 2 3 4 5 6. നാലാമത്തേൽ ആരുണ്ട് മക്കളെ? ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തേല് ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. റെഡി? ദെൻ അഞ്ചാമത്തേൽ ആരുണ്ട്? അഞ്ചാമത്തേല് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ആരുണ്ട്? മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. റെഡി? ഇനി നമുക്ക് പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ആദ്യ സബ്സ്റ്റിറ്റ്യൂന്റ് നമ്മൾ പരിഗണിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 6 ആണ്. റെഡി? ആ സബ്സ്റ്റിറ്റ്യൂന്റിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആരെ പരിഗണിക്കേണ്ടത്? ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആരാണോ വരേണ്ടത് അവരെയാണ്. ഫസ്റ്റ് വരേണ്ടത് മീത്തൈലാണ്, എം ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരെന്താ വരിക? നോക്കിയേ നിങ്ങള്, 5 മീത്തൈൽ. റെഡി? ദെൻ 4 ഫീനൈൽ. റെഡി? ദെൻ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. അപ്പൊ എന്ത് വരും? ഹെക്സ് എന്ന് വരും. അപ്പം ഹെക്സെയിൻ എന്നാണ് വരേണ്ടത്, കാരണം എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ഹെക്സെയിൻ. അത് ഹെക്സെയിൻ കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്കുള്ളത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? Al എന്ന് ആഡ് ചെയ്യണം. ഹെക്സനാൽ. 5 മീത്തൈൽ 4 ഫീനൈൽ ഹെക്സനാൽ എന്ന ആൻസറിലോട്ട് വരണം. ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ. അപ്പം നമുക്കറിയാം ഇവിടെ 4 ബെൻസൈൽ ഉള്ളത് ഒഴിവാക്കാം. 2 മീത്തൈൽ അല്ല, 5 ഐസോപ്രോപ്പൈൽ അല്ല. സോ ഡി ഈസ് ആൻസർ. 5 മീത്തൈൽ 4 ഫീനൈൽ ഹെക്സനാൽ. റെഡി? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം ആൻസർ ആണെന്ന് തോന്നിയേക്കാം. അപ്പൊ നമ്മൾ പഠിച്ച പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേര് കൊണ്ടുവരാൻ. റെഡി? അല്ലെങ്കിൽ നമ്മൾ പേരിൽ നിന്ന് പിന്നീട് കോമ്പൗണ്ടിൽ നോക്കുമ്പോൾ നമുക്കായിരിക്കും ഇതൊക്കെ ആൻസർ ആണോ എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമുക്ക് കുറച്ചൊക്കെ നമ്മളെ റൂൾ ബേസ് ചെയ്തിട്ട്
സബ്സ്റ്റിറ്റ്യൂൻസ് ഒക്കെ കണ്ടെത്തി ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാ തിരിച്ചറിഞ്ഞ് അതൊക്കെ നമ്മളൊന്ന് ഓർഡറിൽ എഴുതി വെച്ച് ദെൻ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ മക്കളെ, നമുക്ക് മറ്റൊരു പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.